ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഹെയർ ഒക്കെ ഒന്ന് കളർ ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു റെഡിഷ് കളറായിരുന്നു കേട്ടോ. അത് നല്ല കളർ തന്നെയാണ്. പിന്നെ അന്ന് മുതലേ വിചാരിക്കുന്നതാണ് കേട്ടോ, ഒരു കുതിരവാലിന്റെ കളർ അടിക്കണമെന്ന്. നമ്മുടെ മുടിയിലല്ലേ നമുക്ക് ഇതൊക്കെ പരീക്ഷിക്കാൻ പറ്റുള്ളൂ. അത് പിന്നെ കുറേ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു പൂതി ഒന്നുകൂടെ കളർ ചെയ്യണമെന്ന്, അത് ഈ കളർ തന്നെ ചെയ്യണമെന്ന് ഭയങ്കര പൂതിയായിരുന്നു കേട്ടോ. ഇത് ചെയ്താൽ നമുക്ക് രസം ഉണ്ടാവോ എന്നൊന്നും അറിയണല്ലോ, അത് നമ്മൾ ചെയ്ത് നോക്കിയാലല്ലേ അറിയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഈ കളർ അടിച്ചത് കേട്ടോ. സംഭവം എനിക്കിഷ്ടപ്പെട്ടു, പക്ഷെ എന്റെ അച്ഛടിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അവൻ ഇനി ഇതിനെ കുറ്റം പറയാനൊന്നുമില്ല ഗൈസ്. അപ്പൊ ഇന്ന് രാവിലെ മുതലേ നല്ല മഴയാണ് കേട്ടോ. മഴ പെയ്യും, അതുപോലെ നിൽക്കും, വീണ്ടും പെയ്യും, അതുപോലെ നിൽക്കും. അങ്ങനെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ചീഞ്ഞൊരവസ്ഥ ഉണ്ടല്ലോ, അതാണ് ഇന്നത്തെ ദിവസം കേട്ടോ. ഒരു കുക്കർ ബിരിയാണി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ അരി കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വേണം കേട്ടോ. ചിക്കൻ പിന്നെ ഇന്നലെ മോള് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്ക് ഇന്ന് ബിരിയാണി ഒക്കെ ഉണ്ടാക്കണം. പിന്നെ ഇന്ന് രാവിലെ നൂൽപുട്ട് ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മാവൊക്കെ കുഴച്ച് വെച്ചു. പിന്നെ കുക്കറിൽ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നൂൽപുട്ടിൻ്റെ പുതിയ അച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലേ, ഞാൻ 1-2 വീഡിയോസിലൊക്കെ കണ്ടിരുന്നു. കാലം പോകും തോറും കണ്ടുപിടുത്തങ്ങളും കൂടി വരികയാണല്ലോ അല്ലേ. ഇതുപോലെ ഓരോ കണ്ടുപിടുത്തങ്ങൾ കാരണം കൊണ്ട് ഇപ്പോഴുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര സുഖമാണ് പണികളൊക്കെ ചെയ്യാനായിട്ട്. നൂൽപുട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മസാല കറിയാക്കി എടുക്കണം. ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിടുക. പിന്നെ കറിവേപ്പില, സവോള, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു പകുതി തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ചെറിയ തക്കാളി ഞാൻ എടുത്തത്, ഒത്തിരി പുളി അങ്ങ് ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ട് അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് വെന്തത് അതിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഈ കറി ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റ് ആവും കേട്ടോ. ഞാൻ എന്തായാലും ഇന്ന് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ കറിയിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് അതങ്ങോട്ട് മൂടി വയ്ക്കുക. അപ്പോൾ നമ്മുടെ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോഴേ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ ഇന്നലത്തെ ചപ്പാത്തി ഒരു 3 ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് 3 ആവി കയറ്റാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ മുകളിൽ പോയപ്പോഴേ കുറച്ച് പുതിന പൊട്ടിച്ചിട്ട് ഇതുപോലെ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ കാണിച്ചത് നമ്മുടെ കുഞ്ഞമ്മത്തിയുടെ അച്ചാറാണ്. അത് എടുത്ത് തുടങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഇതാ നമ്മുടെ ചപ്പാത്തിയൊക്കെ എടുത്തു. പിന്നെ 2 നൂൽപുട്ടും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗ്രീൻ പീസ് കറിയൊക്കെ കൂടിയിട്ട് കട്ടൻ ചായയുടെ കൂടെ രാവിലെ ചായയൊക്കെ കുടിച്ചു. ഞാനിന്ന് അടുക്കളയിൽ ഇരുന്നിട്ട് തന്നെ ചായയൊക്കെ കുടിച്ചിട്ടാ. ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബിരിയാണി പണിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ കുറച്ച് ചിക്കൻ എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള സവോളയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ തക്കാളി ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ സവോള ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മുടെ ബിരിയാണിയിലേക്ക് വേണ്ട സവോളയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് കരിയാതെ അങ്ങ് വറുത്തെടുക്കണേ. കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലേവർ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കട്ടെ. ഇനി നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനൊക്കെ ഉണ്ട്. നമ്മളിവിടെ നിന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാല് കുറച്ച് ബുദ്ധിമുട്ടാ. അതുകൊണ്ടാണ് അധികം ഇപ്പൊ കുക്കിംഗ് ഒന്നും അങ്ങനെ കാണിക്കാത്തിട്ടാ.
ബിരിയാണിയിലേക്ക് കുറച്ച് മുന്തിരിയൊക്കെ വറുത്തിടാലോ എന്ന് വിചാരിച്ചിട്ട് മുന്തിരിയുടെ പാക്കറ്റ് പൊട്ടിക്കട്ടാ. പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. എൻ്റെ അച്ചുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ TV കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറിച്ചില്ല വെച്ചെങ്കിൽ ഭയങ്കര ഒരു സമാധാനക്കേടാണ്. അണ്ടിപ്പരിപ്പാണെങ്കിലും മുന്തിരി ആണെങ്കിലും പാക്കറ്റ് അങ്ങോട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കാലിയാവും കേട്ടോ. നട്ട്സ് ഒന്നും നമ്മൾ ഒത്തിരി അങ്ങ് വാരി വലിച്ച് കഴിക്കുന്നില്ലല്ലോ. പക്ഷെ അച്ചുവിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവനിങ്ങനെ മിഠായി കഴിക്കണ മാതിരി നട്ട്സൊക്കെ കഴിക്കും കേട്ടോ. എന്നാലോ ഈ സംഭവങ്ങളൊന്നും പായസത്തിലും ബിരിയാണിയിലും ഇട്ടാൽ ആർക്കും വേണ്ടേനും. എനിക്ക് പക്ഷേ ഈ മുന്തിരി ബിരിയാണിയിലോ നെയ്ച്ചോറിലൊക്കെ ഇട്ടാൽ ഭയങ്കര ഇഷ്ടമായിട്ട് കഴിക്കാനായിട്ട്. അത് ഈ ചെറിയ മുന്തിരി ആയതുകൊണ്ട് ഭയങ്കര മധുരമാണ് കേട്ടോ. അത് വെറുതെ കഴിക്കാനും ടേസ്റ്റൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും നമുക്കത് വല്ലാതെ താല്പര്യമില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ അങ്ങനെ കഴിക്കാനൊന്നും നിൽക്കാറില്ല കേട്ടോ. ബിരിയാണി അപ്പുറത്ത് അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് റൈസ് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തത് കേട്ടോ. നെയ്ച്ചോറോ ബിരിയാണിയോ കഴിക്കുമ്പോൾ കച്ചമ്പറും അച്ചാറും നിർബന്ധമാണ് അല്ലേ. ചില സമയങ്ങളിൽ രണ്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമാണ് കേട്ടോ. അച്ചാറോ കച്ചമ്പറോ ഉണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി കഴിച്ചാൽ ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. ചില കാര്യങ്ങളൊക്കെ നിർബന്ധമാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ നമ്മൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും അല്ലേ. കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്പോൾ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതെല്ലാം കഴിയുമ്പോഴേക്കും സിങ്കിൽ അങ്ങോട്ട് നിറയും. അപ്പോൾ പിന്നെ ആകെ മടിയാവും. പിന്നെ ചിക്കൻ്റെ മസാലയിലോട്ട് ചോറൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ സവോള വറുത്തതും മല്ലിയില പുതിനയില ഒക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും പിന്നെ കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അത് അങ്ങോട്ട് മൂടി വെച്ചു. പിന്നെ നമ്മൾ ഈ സുർക്ക വെച്ചിട്ട് കച്ചമ്പർ ഉണ്ടാക്കുമ്പോഴേ അത് സുർക്ക ഒഴിച്ച് കഴിഞ്ഞാൽ ഈ സവോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായി കൈ വെച്ചിട്ട് ഞെരടി കൊടുത്താൽ ആ കച്ചമ്പറിന് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ പൊളിയാണ് കേട്ടോ. ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം അവിടെയൊക്കെ തുടച്ചിട്ടു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ മുളകൊക്കെ കുറേ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ 1-2 പ്രാവശ്യമായിട്ട് കഴുകി ഉണക്കിയതാണ്. നമ്മുടെ അടുപ്പിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഉണക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി വെള്ള കവറിലുള്ളതും കൂടി ഉണക്കിയെടുക്കാനുണ്ട്. അടുപ്പൊഴിഞ്ഞ് കിട്ടിയപ്പോഴേ ബാക്കിയുള്ള മുളകും കൂടി അങ്ങോട്ട് കഴുകിയിട്ട് ആ വിതനയമ്മ കൊണ്ടിടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതും കൂടെ അങ്ങോട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിലും ഞാൻ എന്ന് മുളക് മേടിച്ചോ അന്നൊക്കെ മഴയാവും കേട്ടോ. എന്നാൽ വേനൽക്കാലത്ത് കുറച്ച് കൂടുതൽ വാങ്ങി പൊടിച്ച് വെക്കാൻ അത്ര ബുദ്ധി ഓടുകയും ചെയ്യില്ല. അതാണ് സംഭവം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ബിരിയാണി വിളമ്പാനുള്ള ഒരു ഒരുക്കത്തിലാണ് കേട്ടോ. ബിരിയാണി ഇപ്രാവശ്യം നല്ല ചൂടോടെ ഒന്നും വിളമ്പിയിട്ടില്ല. ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞങ്ങളിന്ന് ബിരിയാണിയൊക്കെ വിളമ്പിയിട്ടാ. കാരണം വേറെ ഒന്നല്ല, മക്കളൊക്കെ നേരം വൈകി എണിച്ച കാരണം കൊണ്ട് ചായ കുടിച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് നന്നായിട്ടൊന്ന് വിശന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ എന്താ ഞാനിങ്ങനെ തിരഞ്ഞെടുത്ത് വിളമ്പുന്നത് എന്താണെന്നറിയോ, ഇവിടെ എല്ലാവർക്കും പലതരം പീസാണ് ഇഷ്ടം. അച്ചുവിന് എല്ലില്ലാത്ത പീസാണ് ഇഷ്ടം, എനിക്കും മോൾക്കും എല്ലുള്ള പീസാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും വിളമ്പുമ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ടാണ് വിളമ്പുക. അവർ രണ്ടുപേരും കൂടിയിട്ടേ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഹാളിൽ എല്ലാവർക്കും നിലത്തിരുന്ന് കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഫുഡൊക്കെ ഞാൻ നിലത്തൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും ക്യാമറയിലേക്ക് വരാത്ത എന്താണെന്ന് വെച്ചാൽ രണ്ടിൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. സ്കൂളും ക്ലാസ്സൊന്നും ഇല്ല എന്നുണ്ടെച്ചെങ്കിൽ രണ്ടുപേരും വൈകുന്നേരമാണ് കേട്ടോ കുളിയൊക്കെ. ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ കുളിക്കാത്ത കാരണം കൊണ്ടാണ് ക്യാമറയിലോട്ട് വരാത്തത്.
ഫുഡടിയൊക്കെ കഴിഞ്ഞപ്പോഴേ ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട് കേട്ടാ. ഇന്ന് ക്ഷീണം ഉണ്ടാവുമല്ലോ, ബിരിയാണി അല്ലേ കഴിച്ചേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവും. ഒരു 10 മിനിറ്റ് കിടക്കട്ടെ കേട്ടാ. പിന്നെ ഇതാ കുറച്ചു നേരം കിടക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ചായ കുടിക്കാനൊക്കെ നീച്ചു. പിന്നെ മേലുകഴുകലൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്